റബ്ബറും കർഷകരും വിട്ട് കേരള കോൺഗ്രസിന് മറ്റൊരു താൽപര്യമില്ല. കർഷക സ്നേഹം പേർത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് UDF വിട്ട് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നത്. അത് സഭയിൽ തെളിയിക്കേണ്ട ബാധ്യതയും കേരള കോൺഗ്രസിനുണ്ട്. റബ്ബർ കർഷകരുടെ വിലസ്ഥിരത ഫണ്ടും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഉന്നയിച്ച് കെ മാണി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ഫലത്തിൽ പഴയ UPA സർക്കാരിനും പി ചിദംബരത്തിനും എതിരായ കുറ്റപത്രം കൂടിയായി. UDFും കോൺഗ്രസും PC ജോർജും തുടങ്ങി എല്ലാവരും ചേർന്ന റബ്ബർ ബ്ലോക്ക് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. പക്ഷേ പ്രതിഷേധം ഓരോ രൂപത്തിലാണെന്ന് മാത്രം. സഹ്യമലയ്ക്ക് പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റബ്ബറുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് ചിദംബരം എന്താണ് ചെയ്തത്? ചിദംബരമാണ് വാസ്തവത്തില് ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ഇറക്കുമതി സുഗമമാക്കുകയും ചെയ്യുവാൻ വഴി തെളിച്ചത് കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റിൽ ഇരുന്ന ചിദംബരമാണ്. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ കോൺഗ്രസിൽ നിന്നും രക്ഷയില്ല, ഇടതുപക്ഷത്തിൽ നിന്നും രക്ഷയില്ല, ഒന്നുമില്ല. കേന്ദ്രത്തിൽ നിന്നും രക്ഷയില്ല, സംസ്ഥാനത്തിന് രക്ഷയില്ല. കൃഷിക്കാർ എവിടെ പോകും സർ? ചിദംബരത്തെ പറ്റി പറഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും അങ്ങ് പറയാനാ തയ്യാറായല്ലോ. ചിദംബരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങ് ധനകാര്യമന്ത്രിയായിരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ശക്തമായി എതിർക്കുന്ന സമയത്ത് അങ്ങേക്കാൾ ശക്തമായി ഉച്ചത്തിൽ ഈ സഭയിൽ ഇത് പറയുമ്പോ ചിദംബരത്തിന്റെ നടപടികളെ ന്യായീകരിക്കുന്ന മറുപടിയാണ് സാർ അന്ന് ഈ നിയമസഭയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ക്രിയാത്മകമായ എന്തെങ്കിലും പദ്ധതി മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങളുടെ പേരിൽ ഞങ്ങളൊക്കെ നിൽക്കാം എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരും എന്നല്ല എന്റെ അർത്ഥം. അങ്ങയുടെ പിന്നിൽ നല്ലത് ചെയ്താൽ നല്ലതോ എന്ന് ഞങ്ങൾ പറയും. നല്ലതിന് പിന്തുണയുണ്ട്. അങ്ങ് മുന്നോട്ട് പോവാ ധൈര്യമായിട്ട്. ഈ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഒരു പ്രഖ്യാപനം ചെയ്യുക, ഒരു നല്ല സ്കീം പ്രഖ്യാപിക്കുക. അതാണ് നമുക്ക് മാതൃകാപരമായിട്ട് എടുക്കേണ്ടത്. പാല് വിറ്റ പണം കൊണ്ട് കാറിലേറി വിലസുന്ന കുടിയേറ്റക്കാരനു തണ്ടുമുണ്ട്. CPI സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മാത്രമല്ല, കേന്ദ്രത്തിൽ കൃഷി വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന പാർട്ടിയാണ്. ദേവഗൌഡ മന്ത്രിസഭയിലും IK ഗുജറാൾ മന്ത്രിസഭയിലും കൃഷിമന്ത്രിയായിരുന്നത് ബീഹാറിൽ നിന്നുള്ള CPI നേതാവ് ചതുരാനൻ മിശ്രയാണ്. ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കേന്ദ്രത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഉണ്ടായത് CPIക്കാണ്. റബ്ബറിന് ദോഷകരമായ കരാറുണ്ടാക്കിയ പാപത്തിന്റെ പങ്ക് ചതുരാനൻ മിശ്രയ്ക്കുമുണ്ടെന്നാണ് PT തോമസ് പറഞ്ഞത്. CPI കേന്ദ്രം ഭരിച്ച പാർട്ടിയാണെന്ന് മന്ത്രി സുനിൽകുമാറിന് മാത്രമല്ല എല്ലാവരെയും PT തോമസ് ഓർമ്മിപ്പിച്ചത് നന്നായി. മറന്നിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ചതുരാനൻ മിശ്രയുടെ പേരും പറഞ്ഞ് അതിനുശേഷം 5 ലക്ഷം കൃഷിക്കാരെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. അങ്ങ് മറന്നുപോകരുത്. നിങ്ങൾ ഈ ചതുരാനൻ മിശ്രയല്ല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ചതുരാനൻ മിശ്രയല്ല ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാറുകൾ നിങ്ങൾ ഈ ആസിയാൻ കരാർ ഒപ്പുവെച്ചതും ഘാട്ട് കരാർ ഒപ്പുവെച്ചവരാണ്. ആസിയാൻ കരാർ ഒപ്പുവെച്ചവരാണ്. വെറുതെ നിങ്ങൾ ചെയ്ത തെറ്റുകൾ മാണി സാർ ചൂണ്ടിക്കാണിച്ചപ്പോ ചതുരാനൻ മിശ്രയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കരുത്. അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും കിട്ടണം. ഇറങ്ങിപ്പോകാനുള്ള മാണി സാറിന്റെ തിടുക്കത്തെ പക്ഷേ സ്പീക്കർ തടഞ്ഞു. അതിന് പരിഹാരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വരണം. ആ നിർദ്ദേശങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ സർ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അങ്ങയുടെ ആവശ്യം പറയൂ. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണോ? നിർത്തിവെക്കുന്നില്ലല്ലോ. കേൾക്കട്ടെ. ഏതെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ MLA മാരും പ്രതിപക്ഷ അംഗങ്ങളും പറയുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും ഒരു തടസ്സം ഉണ്ടാവില്ല സാർ. അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സാർ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. പതിവ് പോലെ മന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് മാണി സാറിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് ആദ്യം എഴുന്നേറ്റു. വോക്കൌട്ടും പ്രഖ്യാപിച്ചു. ബ്ലോക്കും പ്രത്യേക ബ്ലോക്കും ഒന്നിച്ചൊന്നായ നിമിഷം. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെയും കേരളത്തിലെ LDF ഗവൺമെന്റിന്റെയും ഈ കർഷക ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് സാർ ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഇതിനൊന്നും ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്ത ഈ ഗവൺമെന്റിന്റെ നിസ്സംഗതയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ടാണ്. പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ. റബ്ബറിന്റെ കാര്യമാണല്ലോ. PC ജോർജും വോക്കൌട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ മറ്റു 2 ബ്ലോക്കുകൾ പോയതുപോലെ അല്ല ഈ വോക്കൌട്ട്. സർ, ഏതായാലും പ്രത്യേക ബ്ലോക്കും സ്പെഷ്യൽ ബ്ലോക്കും എല്ലാം ഒന്നായി ഈ കാര്യത്തിൽ തീർന്നു എന്നതിൽ സന്തോഷമുണ്ട്. സർ, ആരാ സാർ ഈ രാജ്യത്തെ കർഷകരെ തകർത്തത്? ഇവിടുത്തെ ഘാട്ട് കരാർ ആരുണ്ടാക്കി? സർ,
ഇവിടുത്തെ ആസ്തികരെ അതാറുണ്ടാക്കി സാർ. ഈ സഭയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഇതൊക്കെ തെറ്റാണ്. കർഷക വർഗത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം കൂട്ടി നിന്ന് ഓശാന പാടിക്കൊടുത്ത് കർഷകരെ പ്രേമം പറഞ്ഞുകൊണ്ട് ചില കക്ഷികൾ ഈ സഭയിൽ വന്ന് നടത്തുന്ന ഈ പേക്കൂത്തിൽ എനിക്ക് അമർഷമുണ്ട് സാർ. ഇത് കോപ്രായമാണ്, പറയാതിരിക്കാൻ പറ്റില്ല സാർ. മലയാള നാടിന്റെ നട്ടെല്ലു റബ്ബർ, ഇവിടെ പലരുടെയും നട്ടെല്ലും റബ്ബർ. ഈ കർഷക വഞ്ചകന്മാർ ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുക, എന്നിട്ട് വാക്കൌട്ട് നടത്തുക. സാർ, അവർ വാക്കൌട്ട് നടത്തേണ്ടത്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല വാക്കൌട്ട് നടത്തേണ്ടത് UPA ഗവൺമെന്റ് തെറ്റായ നടപടിക്കെതിരെയാണ്. ശ്രീ KM മാണി വാക്കൌട്ട് നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കാലത്ത് കർഷക ദ്രോഹ നടപടികൾ സ്വീകരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെയാണ്. അതിന് പകരം ഇവിടെ വന്ന് ഈ വൃത്തികൾ കാണിക്കുന്ന കർഷക വഞ്ചനയാണ്. അതുകൊണ്ട് കർഷകരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ UPA ഗവൺമെന്റിന്റെയും അതോടൊപ്പം ഇപ്പോൾ നടത്തിയ NDA ഗവൺമെന്റിന്റെയും കർഷക വിരുദ്ധ നയത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൌട്ട് നടത്താണ് സാർ.